പ്രവാസ ലോകത്തെ വാർത്തകൾ. റഷ്യയ്ക്ക് അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. അലാസ്കയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷവും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ റഷ്യ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിൻ്റെ മുന്നറിയിപ്പ്. റഷ്യയുമായുള്ള ചർച്ചകൾക്ക് മുമ്പേ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനിലെ സമാധാനത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച US-ലെ അലാസ്കയിലാണ് ലോകം ഉറ്റുനോക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുക. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. അലാസ്കയിലെ കൂടിക്കാഴ്ച ഫലം കണ്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കായിരിക്കും കനത്ത തിരിച്ചടിയാവുക. ഇപ്പോൾ തന്നെ 50% താരിഫ് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഉൽപ്പന്ന കയറ്റുമതിക്കെതിരെ തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യത ഏറെയാണ്. ഈ കാരണത്താൽ നാളെ നടക്കുന്ന ചർച്ച ഇന്ത്യ സൂക്ഷ്മമായി വീക്ഷിക്കും. ഇന്ത്യ റഷ്യയുമായി കൂടുതൽ വ്യാപാരത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യം കൂടിയാണിത്. 3.5 വർഷമായി തുടരുന്ന യുദ്ധത്തെ അഭിസംബോധന ചെയ്യുന്നതിലാണ് അലാസ്ക യോഗം ഉദ്ദേശിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE പൗരന്മാർക്ക് പാസ്പോർട്ട് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് പുതുക്കാം. ഓഗസ്റ്റ് 18 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. നേരത്തെ 6 മാസം മുമ്പ് പാസ്പോർട്ട് പുതുക്കണമെന്നായിരുന്നു നിയമം. ഈ മാസം 18 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. 1 വർഷമോ അതിൽ കുറവോ കാലാവധിയുള്ള പാസ്പോർട്ടുകളുള്ള പൗരന്മാർക്ക് സ്മാർട്ട് സേവന പ്ലാറ്റ്ഫോമിൽ സേവനം ഇതിനായി ഉപയോഗിക്കാം. പാസ്പോർട്ട് നേരത്തെ പുതുക്കാൻ കഴിഞ്ഞാൽ UAE പൗരന്മാർക്ക് യാത്രാ പദ്ധതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും ഔദ്യോഗിക ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമമായി പൂർത്തിയാക്കാനും ഡിജിറ്റൽ ഐഡന്റിറ്റി സേവനങ്ങളുടെ ഉപയോഗം വിപുലീകരിക്കാനും സഹായിക്കുമെന്ന് അതോറിറ്റി ചെയർമാൻ അൽ ഷംസി പറഞ്ഞു. കൂടുതൽ മികച്ചതും ഉപഭോക്തൃ സൗഹൃദവുമായ സർക്കാർ സേവനങ്ങൾ നൽകുകയാണ് നിയമത്തിന് പിന്നിലെ മറ്റൊരു ലക്ഷ്യം. പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റമെന്നും അധികൃതർ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല കുതിപ്പിലേക്ക്. ഇത്തിഹാദ് റെയിലും ദുബായ് മെട്രോ ബ്ലൂ ലൈനും എത്തുന്നതോടെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ഇത്തിഹാദ് റെയിലും ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനും എത്തുന്നതോടെ ദുബായിയുടെയും UAEയുടെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുക വൻ കുതിപ്പെന്ന് വിലയിരുത്തൽ. ഇത്തിഹാദ് റെയിൽ കടന്നുപോകുന്ന മേഖലകളിലും ദുബായ് മെട്രോ ബ്ലൂ ലൈൻ എത്തുന്ന കമ്മ്യൂണിറ്റികളിലും വാടക നിരക്കുൾപ്പെടെ മാറിയേക്കും. ഇത്തിഹാദ് റെയിൽ വരുന്നതോടെ ദുബായിലും അബുദാബിയിലും മറ്റ് എമിറേറ്റുകളിലും അതിവേഗം തമ്മിൽ ബന്ധിക്കപ്പെടും. ദുബായിയുടെ മെഗാ പ്രൊജക്ടായ അൽ മക്തും എയർപോർട്ടും ഇതിനോട് ചേരും. ദുബായ് സൗത്ത്, ജബൽ അലി, അൽ ഖദീർ, അൽ ജദാഫ്, MR സൗത്ത്, ഡമാഗ് ഹിൽസ്, ക്രീക്ക് ഹാർബർ എന്നിവിടങ്ങളുടെ വിലയും വാടകയും ഉയർന്നേക്കും. 10 മുതൽ 15% വരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ 2029 എത്തുന്നത്. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഹബ്ബായ ദുബായ് അക്കാദമിക് സിറ്റി മെട്രോ എത്തുന്നതോടെ ഇനിയും കുതിക്കും. വീടുകളുടെ വിലയിൽ 10 മുതൽ 25%, വാടകയിൽ 25 മുതൽ 30% വരെയുമാണ് ഉയർച്ച കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരും. വേതന സംരക്ഷണ സംവിധാനം വഴി ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. സ്ഥാപനത്തിലെ ആകെ തൊഴിലാളികളുടെ എണ്ണത്തിന്റെ കുറഞ്ഞത് 75% പേരുടെ വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറണം. സ്ഥാപനത്തിലെ 90% പേരുടെ വേതനവും WPS വഴിയാക്കണം. നവംബറിലെ വേതനം ഡിസംബർ മുതൽ ഈ രീതിയിലാണ് നൽകേണ്ടത്. വേതനം കൈമാറുന്നതിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുമാണ് പരിഷ്കരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.